എടാ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മള് ഇന്നലെ ചെയ്തത് നമ്മുടെ വയർ ഫ്രെയിം അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിന്റെ വയർ ഫ്രെയിമിങ് നമ്മൾ ചെയ്യാൻ പഠിച്ചു. അപ്പൊ ഇന്ന് ആ വയർ ഫ്രെയിമിനെ അല്ലെങ്കിൽ ആ ഒരു ലോ ഫിഡിലിറ്റി പ്രോട്ടോടൈപ്പിനെ നമ്മൾ ഹൈ ഫിഡിലിറ്റി വെബ്സൈറ്റ് ഡിസൈൻ ആയിട്ട് നമ്മളൊന്ന് മാറ്റുക. അപ്പം കളർ പാലറ്റും ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇന്ന് ആണ് ചെയ്യുന്നത്. അപ്പോഴ് ഞാൻ കുറച്ച് നമ്മുടെ സ്റ്റോറിന്റെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ വാച്ച് ആയതുകൊണ്ട് ഒരു മിനിറ്റ് ഷെയർ ചെയ്തില്ല. ഓക്കെ, കാണാമോ? സോ നമ്മുടെ വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു വെബ്സൈറ്റിന്റെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വാച്ച് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വാച്ചിന്റെ ഐഡിയാസ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏത് വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസിന്റെ എടുക്കാം. ഞാൻ ഓൾറെഡി കുറച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. സോ ഞാൻ ഹീറോ സെക്ഷനിൽ നമ്മുടെ ഈ ഒരു വാച്ചിന്റെ ഇമേജ് വെച്ചിട്ട് കുറച്ച് ഡിസൈൻ ചെയ്തു. അപ്പൊ ഇത്രയാണ് ഇത് വരുന്നത്. ഫസ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്തത് എന്താന്ന് പറഞ്ഞാല് നല്ലൊരു ഇമേജ് എടുത്തു. പിന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ വയർ ഫ്രെയിമില് ഈ റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ഇമേജിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് കുറച്ച് സെന്ററിലോട്ട് മാറ്റി. കാരണം ഇതിന്റെ ഇമേജ് ഇങ്ങനെയായിരുന്നു. ഞാൻ അതൊന്ന് കുറച്ച് മാറ്റം വരുത്തി. അപ്പൊ എക്സാക്ട് വയർ ഫ്രെയിം തന്നെ ആവണമെന്നില്ല. കുറച്ച് ചേഞ്ചസ് നമ്മൾ എന്താ പറയാ ക്രിയേറ്റീവ് ആയിട്ട് കുറച്ച് ചേഞ്ചസ് വരുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. സോ ഞാൻ ഈ സാധനം ലെഫ്റ്റ് സൈഡിൽ വെച്ചു, ടെക്സ്റ്റ് റൈറ്റിലോട്ട് കൊടുത്തു. പിന്നെ ആ ഒരു എന്താ പറയാ ആ ഒരു വാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മിനിറ്റ് വാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ അല്ലെങ്കിൽ വാച്ചിന്റെ സ്റ്റോർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നല്ല ബോൾഡ് അല്ലെങ്കിൽ എലഗന്റ് ആയിട്ടുള്ള ഫോണ്ട് കൊടുക്കുക. അപ്പൊ ഹീറോ സെക്ഷനിൽ വരുമ്പോൾ അല്ലെങ്കിൽ ടൈറ്റിലോ അല്ലെങ്കിൽ ഹെഡിങ് ഒക്കെ വരുമ്പോഴത്തേക്കും ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിൽക്കുന്ന ഫോണ്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്താ പറയാ യൂസറിന്റെ ശ്രദ്ധ അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ് നമ്മുടെ ടൈറ്റിലേക്കൊക്കെ പോകാൻ കൂടുതൽ പോകും. അപ്പോൾ ഇങ്ങനെ ഓക്കെ, ഹെഡിങ് ആയി ആ ഒരു ഹീറോ സെക്ഷനിൽ ഒരു ഇമേജ്. ഇനി ഇവിടെ എന്താ പറയാ ഇവിടെ കുറച്ച് സബ് ടൈറ്റിൽസ് കൊടുക്കണം. ഇവിടെ നിന്ന് ഈ സബ് ടൈറ്റിൽ കോപ്പി ചെയ്ത് ഇതിലേക്ക് ഇതിന്റെ ഫോണ്ട് കുറച്ച് എപ്പോഴും എന്താ പറയാ ലൈറ്റ് ആയിട്ട് സെമി എക്സ്ട്രാ ലൈറ്റ് ആൻഡ് ഇറ്റാലിക് ആക്കാൻ ശ്രമിച്ചാൽ കുറച്ച് നന്നായിരിക്കും. ഇറ്റാലിക് ഓക്കെ. പിന്നെ ഇതൊന്ന് ഓക്കെ.
ഇത് ഗ്രൂപ്പ് ചെയ്തിട്ട് ഞാനിതിനൊന്ന് അലൈൻ ചെയ്താൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അലൈൻ ചെയ്യാൻ പറ്റും. വേറെ പറഞ്ഞ ഞങ്ങൾ കിട്ടിയത് അറിയാം. ഇന്നലെ ഇന്നും മറ്റോ തീരും. ലക്ഷ്മി മൈക്കാണ്. എവിടെയായിരുന്നു? അലൈൻ ചെയ്ത് ഓക്കെ. അലൈൻ ചെയ്ത് ഗ്യാപ്പ് 10, 20 കൊടുത്തിട്ട് സെൻറ്റർ ചെയ്യാം. ഹെഡിങ് അല്ലെങ്കിൽ ഹീറോ സെക്ഷൻ ഏകദേശം കഴിഞ്ഞു. ഇനി ബട്ടണും കൂടി ഒന്ന് ഡിസൈൻ ചെയ്യണം. ബട്ടൺ ഡിസൈൻ ചെയ്താൽ കുറച്ച് ബട്ടന്റെ സൈസ് കുറച്ചുകൂടെ കുറച്ചിട്ട് സെൻറ്റർ ചെയ്ത് ഈ പ്രോസസ്സ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും കുറച്ചധികം നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാലേ പറ്റുള്ളൂ. ഇപ്പോൾ ഏത് ഡിസൈൻ അല്ലെങ്കിൽ ഏത് പൊസിഷനാണ് ആ ഒരു ഡിസൈന് ചേരുക എന്നുള്ളത് നമുക്ക് എന്താ പറയാ ചെയ്ത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ ടൈറ്റിലും സബ് ടൈറ്റിലും വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഇനി ബട്ടൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്ത് നോക്കേണ്ടി വരും. വേറെ വേറെ കളേഴ്സ് അല്ലെങ്കിൽ വേറെ വേറെ ഫോണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വരുമ്പോഴത്തേക്ക് നമ്മൾ വേറെ വേറെ ഫോണ്ട് ഒക്കെ ഒന്ന് ഇട്ട് നോക്കുക ഏത് ഫോണ്ടാണ് ചേരുക, അല്ലെങ്കിൽ ഏത് ഫോണ്ടാണ് എന്താ പറയാ ആ ഒരു വെബ്സൈറ്റിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിന് ചേരുക, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിന്റെ ആ ഒരു എന്താ പറയാ വൈബിന് ചേരുന്ന ഫോണ്ട് ഏതാണെന്നൊക്കെ ഉള്ളത് നമുക്ക് കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്താല് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ബോറിംഗ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. നല്ല ബോറിംഗ്. സോ ഓക്കെ, ബട്ടൺ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഞാൻ പ്രൈമറി ആയിട്ട് എന്ന് വെച്ചാൽ പ്രൈമറി കളറായിട്ട് അല്ലെങ്കിൽ ഈ ഒരു മെയിൻ കളറായിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ബ്രൗൺ കളർ യൂസ് ചെയ്യാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഈ ബ്രൗൺ യൂസ് ചെയ്തിട്ട് കുറച്ച് ഡാർക്കിഷ് ബ്രൗൺ കിടക്കട്ടെ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇത്തിരി ഗ്രേ ആയിട്ട് വെച്ചിട്ട് ഞാനൊരു സ്ട്രോക്ക് ബോർഡർ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഓക്കെ, 2, 3. എന്നിട്ട് ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്രേഡിയന്റ് എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റിയാൽ നമുക്ക് ഈ ഒരു എഫക്റ്റ് ഇല്ല ഈ വാച്ചിന്റെ അല്ലെങ്കിൽ ഇപ്പോ ക്ലയന്റിന്റെയോ അല്ലെങ്കിൽ നമ്മൾ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മുടെ ക്ലയന്റിന്റെ എന്താ പറയാ മെയിൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ അവരുടെ ഒരു ലോഗോ കാണുമല്ലോ. ലോഗോയിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന കളേഴ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന്റെ കളർ തീമിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ഒരു അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോ
ആ ഒരു ക്ലയന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിന്റെ ലോഗോയുടെ കളേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളർ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്കത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ആ ഒരു ലോഗോയുടെ ഒരു കളർ തീം പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു വൈബ് കിട്ടും. അപ്പോ കുറച്ചുകൂടെ ഡാർക്ക് ആക്കിയാൽ കണ്ടില്ലേ? ആ ഒരു വാച്ചിന്റെ ആ ഒരു റിം അല്ലെങ്കിൽ ആ ഒരു റിമ്മിന്റെ ബട്ടന്റെ കളർ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പിടിച്ചു പോയി കഴിഞ്ഞാൽ വെബ്സൈറ്റ് നല്ല രസമാവും. ഞാൻ ഇനിയിപ്പം എന്റെ ഐഡിയയിൽ പറയുകയാണെങ്കിൽ ഈ ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രോക്ക് ഗ്രേഡിയന്റ് ഇനിയിപ്പോ കാർഡിലാണെങ്കിലോ അല്ലെങ്കിൽ ഇമേജസിന്റെ ചുറ്റുമാണെങ്കിലോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെബ്സൈറ്റ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കും. ഇനി ആം, ഇവിടെ ഞാൻ സെയിം ഈ ബാക്ക്ഗ്രൗണ്ട് ബട്ടന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ പിക്കർ എടുത്ത് പിക്ക് ചെയ്ത് സെയിം കളർ നമുക്ക് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ മോസ്റ്റ് യൂസ്ഡ് അല്ലെങ്കിൽ എന്താ പറയാ ഈ കളർ എല്ലായിടത്തും ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മോസ്റ്റ് യൂസ്ഡ് ഇവിടെ വരും. സെയിം കളർ ആയത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കളർ പിക്കർ വെച്ചിട്ട് നമുക്ക് പിക്ക് ചെയ്യാം. അപ്പോൾ സെയിം കളർ എനിക്ക് ഇവിടെ വന്നു. എനിക്ക് ഇതിന്റെ ഐക്കണിന്റെ കളർ വൈറ്റ് ആക്കിയാൽ എനിക്കത് കാണാൻ പറ്റും. കുറച്ച് വലുതാക്കിയും കൂടെ വെക്കാം. വലുതാക്കി. ഓക്കെ, അപ്പൊ അത് വലുതായി. ഇനി എന്താ പറയാ, എനിക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. സെർച്ച് ഡോട്ട് 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 വെബ്സൈറ്റ്സിലൊക്കെ ഇങ്ങനെ കണ്ടു കാണും. ഒരു സെർച്ചിന്റെ ഒരു ഇൻപുട്ട് ബോക്സിലോ ഇങ്ങനെ എഴുതി വെക്കും ഇങ്ങനെ സെർച്ച്. അപ്പൊ അതിന്റെ വെച്ചിട്ട് കുറച്ച് ഒപ്പാസിറ്റി കുറച്ച് 25 വെച്ചാൽ സെറ്റ്. ഇത് സെർച്ച് ബോക്സ് ആണെന്ന് നമുക്ക് യൂസറിന് കുറച്ചുകൂടെ മനസ്സിലാവും. ഇനി ഇതേ സ്ട്രോക്ക് എനിക്ക് ഒന്നുകൂടി ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, ഈ സ്ട്രോക്ക് ഇവിടെ വന്നു. ചെറിയ ചെറിയ സെർച്ച് ബോക്സ് ആയതുകൊണ്ട് ഞാൻ സ്ട്രോക്കിന് അത്രയും കനം കൊടുക്കുന്നില്ല, വിട്ട് കൊടുക്കുന്നില്ല. ഇവിടെ 3 ഞാൻ കൊടുത്തത്. ഞാൻ ഇവിടെ 2 കൊടുക്കുന്നുള്ളൂ. 1.5 കൊടുത്ത് വെച്ചാൽ ഓക്കെ, അത് ഓക്കെ എന്ന് തോന്നുന്നു. ഇനി ഗ്രേഡിയന്റ് കൊടുത്തിട്ട് ഇതൊന്ന് കുറച്ചുകൂടെ ഡാർക്ക് ആക്കി. നമുക്ക് ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഗ്രേഡിയന്റ് സ്വിച്ചാ, കളർ സ്വിച്ചാ. അപ്പോ കളർ സ്വിച്ച് ആക്കി വെച്ചാൽ ഓക്കെ, ഇത് കൊള്ളാം. ഇനി അതുപോലെ തന്നെ യൂസറിന്റെ ഐക്കൺ എടുക്കുമ്പോൾ ഇവിടെ കളർ ചേഞ്ച് ചെയ്ത് ഈ സെയിം കളർ കൊടുക്കുക. പിന്നെ സ്ട്രോക്ക് സെയിം ഗ്രേഡിയന്റ് സ്ട്രോക്ക് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഡാർക്ക് ആക്കാം. പിന്നെ കൊള്ളാം. വലിയ കുഴപ്പമില്ല. ഇനി എനിക്ക് ഐക്കണിന്റെ കളർ മാറ്റണം. ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, അതിന്റെയും കളർ മാറ്റി വൈറ്റ് ആക്കിയാൽ സെറ്റ്. ഒന്ന് ചെറുതാക്കണം. യൂസർ ഐക്കൺ മാത്രം ഒന്ന് ചെറുതാക്കിയാൽ സെന്റർ അലൈൻ ചെയ്ത് പൊസിഷൻ ചെയ്തു. കുറച്ച് ഗ്യാപ്പ് 35. ഒരു മിനിറ്റ്, ഇതൊന്ന് ശരിയാക്കി. 25. അതെ, അപ്പൊ അത് സെന്ററായി അലൈൻ ചെയ്തു. നമുക്ക് ആ ഒരു
സാധനം കിട്ടി. You know what? ഇത് വേണ്ട. ഇത്തിരി ബുദ്ധിമുട്ടാ അലൈൻ ചെയ്യാൻ. ഓക്കെ, സെൻട്രൽ അല്ലേ? ഓക്കെ, സെൻട്രൽ. ഇനി ഈ സ്ട്രോക്ക് ഞാനൊന്ന് കുറച്ച് ഇതുപോലെ തന്നെ ലെഫ്റ്റിലോട്ട് തിരിച്ച് വെക്കാം, കുറച്ചുകൂടെ ഡാർക്ക് ആക്കാം. ഓക്കെ, അതത്രയായി. ഇനി എനിക്കിവിടെ ലോഗോ വെക്കണം. ഈ ലോഗോയുടെ ഇത് ഞാൻ കളഞ്ഞിട്ട് ഞാൻ എന്താ ഇവിടുന്ന് കോപ്പി ചെയ്ത് കൊണ്ടുവന്നു, ഓൾറെഡി ഉണ്ടായിരുന്ന ലോഗോ. സോ അത് ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ വെച്ചു, അലൈൻ ചെയ്തു. 60 60. ഓക്കെ, ഇനി എനിക്ക് ഇതിന്റെ കളറ് സെയിം ഇതുപോലെ തന്നെ ഈ കളറിലേക്ക് ഞാൻ മാറ്റുക. കുറച്ച് വലുതാക്കിയാൽ വലുതാക്കി അലൈൻ ചെയ്താൽ അത് സെറ്റായി. ഓക്കെ, ഓക്കെ. അപ്പൊ ഹെഡർ ഇനി നമ്മുടെ നാവിഗേഷൻ ബാറിലുള്ള ഇത്രയും സാധനങ്ങൾ കളറ് മാറ്റി വൈറ്റ് ആക്കണം, വൈറ്റ് കളറാക്കി. പിന്നെ പുറത്ത് കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ അലൈൻ ചെയ്യാം. സെന്റർ ആക്കിയാൽ ശരിയാവില്ല. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ടത് ഹോം വാച്ചസ് ഹോം വാച്ചസ് ഓർഡർ ട്രാക്കിംഗ് വിഷ് ലിസ്റ്റ്. വാച്ചസ് ഓർഡർ ട്രാക്കിംഗ് വിഷ് ലിസ്റ്റ് റാഫ്റ്റിയം. ഓർഡർ ട്രാക്കിങ്ങും വിഷ് ലിസ്റ്റ് ഇവിടെ വേണ്ട, സ്പേസ് ഇല്ല. അത് നമുക്ക് അല്ലെങ്കിൽ യൂസറിന്റെ സെറ്റിങ്സിലോ അല്ലെങ്കിൽ യൂസറിന്റെ സെറ്റിങ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ യൂസറിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ സെറ്റിങ്സിൽ കയറുമ്പോൾ കാണാൻ പാകത്തിന് നമുക്ക് ഓർഡർ ട്രാക്കിങ്ങും വിഷ് ലിസ്റ്റും വെക്കാം. അപ്പൊ നമുക്ക് കുറച്ച് നാവിഗേഷൻ്റെ അവിടെ കുറച്ച് സ്പേസ് ലാഭിക്കാം. സോ വാച്ചസ് കിടന്നോട്ടെ, ഓർഡർ ട്രാക്കിംഗ് വേണ്ട, വിഷ് ലിസ്റ്റ് വേണ്ട, പിന്നെ എബൌട്ട് മീ വേണം, എബൌട്ട് അസ്, കമ്പനി എബൌട്ട് അസ്. ഇനി മൈ അക്കൗണ്ട് ഉണ്ട്, പോളിസീസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതുണ്ട്, ഇത് വേണ്ട. ഓക്കെ, കുറച്ച് സ്പേസസ് കൂട്ടി 40 ആക്കിയാൽ. പിന്നെ നമ്മുടെ ഫോണ്ടിന്റെ വലുപ്പം ഇത് കുറച്ചിട്ട് കുറച്ചുകൂടെ സെന്റർ. നമുക്കിങ്ങനെ ആൾട്ട് ഞെക്കി പിടിച്ചിട്ട്
ബാക്കി എലമെന്റിലേക്ക് ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്റ്റൻസ് മനസ്സിലാവും. അപ്പോ 1 2 3 4 5 ഞാൻ 5 പിക്സൽ ലെഫ്റ്റിലോട്ട് മാറ്റിയപ്പോഴത്തേക്കും രണ്ടും തമ്മിൽ ഓക്കെ 215 215. അപ്പൊ ഇത് തമ്മിൽ അതിന്റെ സെന്ററിലായിരിക്കും. അപ്പോൾ അത്രയായി. ഇനി നമ്മളിപ്പോ ഹോമിലല്ലേ നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളിപ്പോ ക്ലിക്ക് ചെയ്തിട്ട് യൂസർ ക്ലിക്ക് ചെയ്ത് നിൽക്കുന്ന ഹോമിലായതുകൊണ്ട് ഞാൻ ഈ ഹോമിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുക. കളർ ചേഞ്ച് ചെയ്തിട്ട് ഈ കളർ വെച്ചു ഇനി ഇതിന്റെ ബോൾഡ് ആക്കിയാൽ എക്സ്ട്രാ ബോൾഡ്. ഓക്കെ, ബോൾഡ് ആക്കിയിട്ട് വേണമെങ്കിൽ ഇതിന് ഗ്രേഡിയന്റ് കൊടുക്കാം. പക്ഷേ ഓക്കെ, ഗ്രേഡിയന്റ് കൊടുത്തു. ഇനി ഇതിന്റെ ഫോണ്ടിന്റെ വലുപ്പം കുറച്ച് കൂട്ടി. ബ്ലാക്ക് ബോൾഡ് മതി. ഇത് രണ്ടും ഞാൻ അത്ര കുറച്ച് ലൈറ്റ് ആക്കി 75 ആക്കിയിട്ട് ചെറുതാക്കി വെച്ചു, 16 വെച്ചു. ഓക്കെ, അപ്പൊ എന്താ, ഇപ്പൊ നമ്മള് ഹോം പേജിൽ ക്ലിക്ക് ചെയ്തത് കൊണ്ട് ആ ഒരു ലിങ്ക് ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഹൈലൈറ്റഡ് ലിങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഹോം പേജ് ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പോ വാച്ചസിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഇത് ഹോം ആക്കി, ഇത് വാച്ചസ് ആക്കി. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ വാച്ചസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു കളർ, ഈ ഒരു ബോൾഡ്നെസ്സും ഈ ഒരു ഫോണ്ടും ഒക്കെ ഇവിടെ വരും, ഈ വാച്ചസിൽ വരും. അതുപോലെ തന്നെ എബൌട്ട് ടാസിലെ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഈ വാച്ചസിന്റെ ഈ ഒരു ടൈപ്പോ ഇവിടെയും വരും. അപ്പോ ഇത് എന്താ പറയാ, ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും വരുന്നതാണ്. നമുക്കിത് പ്രോട്ടോടൈപ്പിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിത് ആനിമേഷൻ ചെയ്യാൻ പറ്റും. നാവിഗേഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വേരിയന്റ് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, നമുക്ക് വേറൊരു എലമെന്റ് ഉണ്ടാക്കി ഹോം നോർമൽ എലമെന്റ്, അതുപോലെ തന്നെ അതിന്റെ വേരിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വേരിയന്റിലേക്കാണ് മാറേണ്ടത് എന്നുള്ളത് നമുക്ക് പ്രോട്ടോടൈപ്പിങ്ങിൽ ചെയ്യാൻ പറ്റും. അത് ഇന്നിപ്പോ സമയം ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം, ശ്രമിച്ചു നോക്കാം. 1 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുമായിരിക്കും, നോക്കാം. അപ്പം അത് തിരിച്ച് ഹോമിലേക്ക് മാറ്റി. വാച്ചസ് ഓക്കെ, അപ്പോൾ ഇതത്രയായി. കുറച്ച് വലിപ്പം കൂട്ടിയാൽ ഓക്കെ. അപ്പൊ നമ്മുടെ ഹോം പേജ് അല്ലെങ്കിൽ എന്താ പറയാ ഹീറോ സെക്ഷൻ റെഡിയായി വെബ്സൈറ്റിന്റെ. ഇനി നമുക്ക് ബാക്കി നമ്മുടെ ഈ കാർഡ് നമുക്ക് ഡിസൈൻ ചെയ്യാം. കാർഡ് ഒരെണ്ണം ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് കോപ്പി ചെയ്തിടാം. എനിക്ക് ഇവിടെ ഇമേജസിന്റെ അവിടെ ഇതിന് പകരം നമുക്ക് ഇവിടെ ഈ ഫില്ലിൽ പോയിട്ട് ഇമേജസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വരേണ്ട ഇമേജ് ഏതാണെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു ഇമേജ് വന്നു. പിന്നെ എനിക്ക് ഈ ബട്ടൺ ഇനി എന്താ പറയാ, ബട്ടന്റെ ഇത് മാറ്റണം. സെയിം ഇതിന്റെ കളറ് ഞാൻ ഈ കാർഡിന്റെ ഫുൾ കളർ ഞാൻ ബ്ലാക്ക് ആക്കി, അല്ലെങ്കിൽ വേണ്ട, ബ്ലാക്ക് ആക്കണ്ട, ബ്ലാക്ക് ആക്കിയാൽ ശരിയാവില്ല. സോ ഞാൻ ഈ സെയിം ബട്ടൺ അകത്ത് ഉപയോഗിച്ചേക്കുന്ന കുറച്ചും കൂടെ ഗ്രേ ആയിട്ടുള്ള കളർ യൂസ് ചെയ്തു. അപ്പോൾ യൂസറിന് കുറച്ചുകൂടെ എളുപ്പത്തിൽ കാണാൻ പറ്റും. പിന്നെ ഇതിനകത്തുള്ള ടെക്സ്റ്റിന്റെ കളറൊക്കെ ഞാൻ ബ്ലാക്കിൽ നിന്ന് വൈറ്റ് ആക്കി, സോറി, ബ്ലാക്കിൽ നിന്ന് വൈറ്റ് ആക്കി. ഓക്കെ, പിന്നെ ഈ ഫോണ്ട് മാറ്റി കാൽസാൻസ് കുറച്ചുകൂടെ
എടുത്ത് നിൽക്കുന്ന ടൈറ്റിലൊക്കെ നല്ല ബോൾഡ് ആയിട്ടുള്ള ഇതിൽ കൊടുത്താൽ യൂസറിന് എന്താ പറയാ അട്രാക്ട് ചെയ്യാൻ പറ്റും, യൂസറിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ആ ടൈറ്റിലേക്ക് യൂസറിന്റെ ആ ഒരു അറ്റൻഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഈ സെയിം ചെയ്ത പോലെ തന്നെ ഇതുപോലെ തന്നെ ഇവിടെയും ചേഞ്ചസ്. പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇത് ഞാൻ ഇന്റർ വെച്ചു. നിങ്ങൾക്ക് ഏത് ഫോണ്ട് വേണേലും യൂസ് ചെയ്യാം. അത് ഒരു ഡിസൈനറിന്റെ ഒരു ഡിസൈനിങ് ഇഷ്ടം, അവരുടെ ഒരു രീതിക്ക് നിങ്ങൾ മാറ്റുക. അതൊക്കെ ഓരോരോ ഡിസൈനറിന്റെ ക്രിയേറ്റിവിറ്റി പോലെ ആയിരിക്കും. ഞാൻ സാധാരണ ഓക്കെ എക്സ്ട്രാ ലൈറ്റ് സെലക്ട് ചെയ്തിട്ട് പ്രോംപ്റ്റ് മാറ്റി ഇന്റർ കൊടുത്തു, റെഗുലർ ലൈറ്റ് ടാലി, പിന്നെ കുറച്ച് വലുപ്പം 12 ഇട്ടാൽ ഓക്കെ, അത്രയും സെറ്റ്. ഓക്കെ, അപ്പോൾ ടൈറ്റിലും സബ് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും സെറ്റായി. ഇനി പ്രൈസിന്റെ വരുമ്പോഴത്തേക്കും ഇതിന്റെ കളർ നോക്കുന്ന, അല്ലാതെ വൈറ്റ് തന്നെ കിടക്കട്ടെ. ഇതിൻ്റെത് ബ്ലാക്ക്, കുറച്ച് റെക്ടാങ്കിൾ സെലക്ട്, സ്ട്രോക്ക് അല്ല ഫില്ല് കുറച്ച് ചേഞ്ച് ചെയ്യുക. ഈ ഒരു ഗ്രേ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചുകൂടെ ഗ്രേ ആയിട്ട് വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് സ്ട്രോക്ക് കൊടുക്കാം. സ്ട്രോക്ക് സെയിം കളർ കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുത്താൽ ഓക്കെ. പിന്നെ ഒരു കുറച്ചുകൂടെ സ്ട്രോക്കിന്റെ വിട്ട് കുറച്ചാൽ, വെച്ചാൽ വിട്ട് അധികം സ്മോൾ ചെറിയ എലമെന്റ് ആയതുകൊണ്ട് ഇതിന്റെ ആ ഒരു സ്ട്രോക്ക് അധികം കൊടുത്താൽ വൃത്തികേടാവുന്നതുകൊണ്ട് സ്ട്രോക്ക് കുറച്ച് വെക്കുക. പിന്നെ ഇതിന്റെ കൂട്ടുക, ബോർഡർ റേഡിയസ് കൂട്ടി. ഇത് ഞാൻ വൈറ്റ് ആക്കി കുറച്ചുകൂടെ വലുതാക്കി, കുറച്ചുകൂടെ മാറ്റി ഇങ്ങോട്ട് സെൻട്രലോട്ട് വെച്ച് ഇത് കുറച്ച് അങ്ങോട്ട് മാറ്റി അലൈൻ ചെയ്ത് വലുതാക്കി അലൈൻ ചെയ്താൽ സെറ്റ്. ഇതിന്റെ ഒപ്പാസിറ്റി കുറച്ചാൽ നന്നായിരിക്കും, 75. ഓക്കെ, അപ്പോൾ ഇത് സെറ്റായി. ഇനി പ്രൈസ് നമുക്ക് ഇവിടെ 99 റുപ്പീസ്. ഓക്കെ, എനിക്ക് റുപ്പീസിന്റെ ഇതില്ല, അപ്പൊ ഞാൻ ഡോളർ കൊടുക്കാം. ഓക്കെ, അപ്പോ പ്രൈസ് ആയി. പ്രൈസ് കുറച്ച് മാറ്റിയിട്ട് ഇന്റർ അല്ലെങ്കിൽ കാൽസാൻസ്, പിന്നെ ഓക്കെ കുഴപ്പമില്ല. ഇനി അതുപോലെ തന്നെ എനിക്ക് ഇനി ബട്ടൺ ഡിസൈൻ ചെയ്യണം. ബട്ടന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ സെയിം സെലക്ട് ചെയ്തിട്ട് സെയിം പരിപാടി, ബാക്കി എല്ലാ ബട്ടൺ ഡിസൈൻ ചെയ്ത പോലെ തന്നെ കൊടുത്തു. പിന്നെ ഞാൻ സ്ട്രോക്ക് കൊടുത്തു. ബട്ടൺ ഷിഫ്റ്റ് ഞെക്കിയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരുമിച്ച് നമുക്ക് സ്ട്രോക്ക് ഓക്കെ വേണ്ട, തുറന്നു കഴിഞ്ഞാൽ ബോക്സ് മാത്രമായിട്ട് കിട്ടും. ഈ ഗ്രൂപ്പിനകത്ത് ബോക്സിന് മാത്രം സ്ട്രോക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ രണ്ട് ബോക്സും കൺട്രോളോ ഞെക്കി സെലക്ട് ചെയ്തു, രണ്ട് സെലക്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ്
റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു, സ്ട്രോക്ക് കൊടുത്തു, കളർ മാറ്റി, ഗ്രേഡിയന്റ് കൊടുത്തു, പിന്നെ കുറച്ച് ഗ്രേഡിയന്റ് കുറച്ച് ഡാർക്ക് ആക്കി. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ രണ്ട് ടെക്സ്റ്റ് ഫോണ്ട് മാറ്റി, കളർ ചേഞ്ച് ചെയ്ത് അലൈൻ ചെയ്യാം. അപ്പോൾ ഈ ബട്ടന്റെ കാര്യം റെഡിയായി. അപ്പോൾ ഒരു കാർഡ് നമ്മൾ ഡിസൈൻ ചെയ്തു. ഇനി ഈ കാർഡ് നമ്മൾ അവിടെ കൊണ്ടുപോയി ഗ്രിഡ് ആയിട്ട് നമ്മൾ ആ വയർ ഫ്രെയിം ചെയ്ത പോലെ തന്നെ ഇടാൻ പോകുന്നു. ഇതിനും കൂടെ ഈ കാർഡിന് മൊത്തത്തിനും കൂടെ ഒരു സ്ട്രോക്ക് കൊടുത്ത്, സ്ട്രോക്ക് കളർ, ഇത് ഫ്രെയിമിന്റെ ഫ്രെയിമാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഫ്രെയിമിൽ സ്ട്രോക്ക് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണ്ടേ, അത് വേണ്ട, സ്ട്രോക്ക് കളഞ്ഞിട്ട് ആ ഫ്രെയിമിനകത്ത് കാർഡിന്റെ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ഇതാ കാർഡിന്റെ റെക്റ്റാങ്കിൾ. അപ്പോൾ കാർഡിന്റെ റെക്റ്റാങ്കിളിന് സ്ട്രോക്ക് കൊടുക്കണം. എന്നിട്ട് കളർ ചേഞ്ച് ചെയ്താൽ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഇനി സ്ട്രോക്ക് കൊടുത്തു, ഗ്രേഡിയന്റ് കൊടുത്തു, താഴോട്ട് സ്ട്രോക്ക് കുറച്ചുകൂടെ, ഗ്രേഡിയന്റ് സെറ്റ്. അപ്പോൾ നമ്മുടെ കാർഡ് റെഡിയായി. ഇനി ഇത് നമുക്ക് കോപ്പി ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിന്റെ മെയിനിലായിട്ട് ഇത് മൊത്തം ഡിലീറ്റ് ചെയ്യുക, അതും പോട്ടെ. ഇനി ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അലൈൻ ചെയ്യാം. ഒന്ന്, അതുപോലെ തന്നെ 2, 3. ഇനി ഇത് മൊത്തം സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് താഴോട്ട് 6. അപ്പൊ നമ്മുടെ കാർഡ് റെഡിയായി. ഓക്കെ, ഓക്കെ, ഡിലീറ്റ്. അപ്പോൾ ഇപ്പൊ ഇത്രയായി നമ്മുടെ വെബ്സൈറ്റ്. ഇത് നമുക്ക് പ്രസന്റ് ചെയ്താൽ കാണാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇനി വെബ്സൈറ്റ് കാണുന്നത് ഇങ്ങനെയായിരിക്കും നമ്മുടെ വെബ്സൈറ്റ് വരുന്നത്. ഇനി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ ഒരു ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിന്റെ ആ ഒരു ഡിസൈൻ വരുന്നത്, എങ്ങനെയാണ് അതിന്റെ ആ ഒരു വായിക്കാൻ പറ്റുന്നുണ്ടോ, ഡിസ്ക്രിപ്ഷൻ വായിക്കാൻ പറ്റുന്നുണ്ടോ, ബട്ടൺസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണോ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, നമുക്കത് നോക്കാൻ പറ്റും. ഇപ്പോ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ കാർഡ് കുറച്ചുകൂടെ വലുതാക്കാം, മാർജിൻ കൂടിപ്പോയി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ തിരിച്ചു വന്നു. ഇനി സോറി, അത് ഇഷ്യൂ, ഒരു മിനിറ്റ്, ഇത് വേണ്ട, പ്രസന്റ് ചെയ്താൽ പ്രസന്റ് അല്ല, നമുക്ക് പ്രിവ്യൂ കൊടുക്കാം. പ്രിവ്യൂ കൊടുത്താൽ കുറച്ചുകൂടെ വൃത്തിക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് വെബ്സൈറ്റ്. ഓക്കെ, ഇതിന് മാർജിന് കുഴപ്പമില്ല. ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കി ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് കുറച്ചുകൂടെ ചെറുതാക്കി, സെയിം പ്രോസസ്, ബട്ടൺ എല്ലാം സെയിം കളർ, സെയിം പരിപാടി, സെയിം ബോർ പരിപാടി. കളർ ചേഞ്ച് ചെയ്തു, ടെക്സ്റ്റിന്റെ കളർ വൈറ്റ് ആക്കി, ടെക്സ്റ്റിന്റെ ഫോണ്ട് മാറ്റി, ഇട്ടു. ഇത് സെന്റർ അലൈൻ ചെയ്തു,
ഓക്കെ, സ്ട്രോക്ക് മാറ്റി. സ്ട്രോക്ക് മാറ്റി, ഗ്രേഡിയന്റ് തിരിച്ച് മറിച്ച് ഗ്രേഡിയന്റ്. ഓക്കെ, കൊള്ളാം. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ആ ഓക്കെ, ഇത് വൈറ്റ് കാൽസൻസ് ഫോണ്ട് മാറ്റി, കുറച്ച് വെയിറ്റ്, ഫോണ്ട് മാറിയില്ല അവരുണ്ട്. കാൽസൻസ് സെലക്ട് ചെയ്തു, ഫോണ്ട് മാറ്റി സെൻറ്റർ ചെയ്ത് വെച്ചു. എല്ലാത്തിൻ്റെയും സെൻറ്റർ അലൈൻ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് പോണേ. ഇതും സെൻറ്റർ അലൈൻ. ഇനി ഓക്കെ, അത് അത്രയും റെഡിയായി. കുറച്ചുകൂടെ ചെറുതാക്കിയാൽ ഓക്കെ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് അധികം സമയം കളയുന്നില്ല, ബാക്കി അടുത്തതിലേക്ക് പോവാം. കാർഡ് സെറ്റായി. ഇനി എന്താ അടുത്തത്? ടൈപ്സ് ഓഫ് വാച്ചസ്. ശരി, ടൈപ്സ് ഓഫ് വാച്ചസ് സെയിം പരിപാടി. കാൽസൻസ് നിങ്ങൾക്ക് ഏത് ഫോണ്ട് വേണേലും യൂസ് ചെയ്യാം. കാൽസൻസ് സ്പെസിഫിക്കലി യൂസ് ചെയ്യാൻ കാരണം എൻ്റെ കയ്യിൽ വേറെ ബോൾഡ് ആയിട്ടുള്ള ഫോണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഫോണ്ട് വേറെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്, BA ഫോണ്ട് ഉണ്ട്. പിന്നെ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് നമുക്ക് നല്ല ഫോൺസ് ഒക്കെ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് കാൽസൻസ് യൂസ് ചെയ്തെന്നേ ഉള്ളൂ. ഇനി എനിക്കിവിടെ ഇമേജസ് ഇവിടെ വരുമ്പോഴത്തേക്കും ടൈപ്പ് ഓഫ് വാച്ചസ് ആയിരുന്നു ആദ്യം വരുന്നത്, ഓട്ടോമാറ്റിക്. അപ്പൊ ഞാൻ ഇവിടെ വാച്ചസ് 1 എന്ന് പറയുന്നത് ഇവിടെ മാറ്റി ഓട്ടോമാറ്റിക്. ഓക്കെ, ഓട്ടോമാറ്റിക് ആക്കി. ഇവിടെ സെയിം ഫോണ്ട് യൂസ് ചെയ്ത് കാൽസൻസ്. അതെല്ലാവരും കൺസിസ്റ്റൻസി, എല്ലായിടത്തും നമ്മൾ പല പല ഫോണ്ട് യൂസ് ചെയ്യാതെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടൈപ്പോഗ്രഫിയിൽ പോകാൻ ശ്രമിക്കുക. അപ്പോൾ കാൽസാൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോണ്ട് ടൈപ്പോഗ്രഫി ആയിട്ട് ആ വെബ്സൈറ്റിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണ്ട് ടൈറ്റിലിനാണെങ്കിൽ ടൈറ്റിലിന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ വെബ്സൈറ്റ് എന്താ പറയാ, നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് കാണുന്നുണ്ട് വെബ്സൈറ്റ്. പല ടെക്സ്റ്റിനും പല ഫോണ്ട് അല്ലെങ്കിൽ പല ഹെഡിങ്ങിനും പല ഫോണ്ടായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എസ്തെറ്റിക് ഫീൽ വരില്ല. എസ്തെറ്റിക് ഫീൽ. ഇനി ഇവിടെ ഇന്റർ സെയിം പരിപാടി, റെഗുലർ എക്സ്ട്രാ ഇറ്റാലിക് കുറച്ച് ചെറുതാക്കിയാൽ 16, 20. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ വരുമ്പോൾ ഞാൻ ഈ സെയിം ഡിസ്ക്രിപ്ഷൻ ഇവിടെ കണ്ടില്ലേ, ഞാൻ മുമ്പ് ചെയ്തിരുന്ന വെബ്സൈറ്റിൽ എനിക്ക് ഈ ടെക്സ്റ്റ് കുറച്ചധികം ചെറുതായിട്ട്. ഞാൻ ഇത്തവണ അത് വായിക്കാൻ പാകത്തിന് ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മൊത്തം ചേഞ്ച് ചെയ്യണം. ഇന്റർ സെമി ഇറ്റാലിക് 12 20 ആക്കി. ഓക്കെ, ഇനി എന്റർ കൊടുത്താൽ നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ സെറ്റ്. ഇനി കുറച്ച് അലൈൻ ചെയ്ത് ഈ ബോർഡ് മറക്കല്ലേ, നമ്മുടെ ഇവിടെ ഒരു മാർജിൻ ഉണ്ട്. നമുക്ക് ഇത്രയും മാർജിൻ ആ വെബ്സൈറ്റിന് കൊടുക്കണം. അപ്പൊ ആ മാർജിൻ കടന്നിട്ട് ടെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയാ, ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകത്തില്ല. നമ്മൾ എന്ത് ചെയ്തു, ആ ബോർഡറിനകത്ത് നിൽക്കാൻ പാകത്തിന് നമ്മൾ കുറച്ച് ചെറുതാക്കി. എന്നിട്ട് അതെത്രയും അകത്ത്, ഇതും അകത്ത്. ഓക്കെ, ഓക്കെ,
ഇനി കുറച്ച് മേളിലോട്ട് ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് ഇത് ഗ്രൂപ്പ് ചെയ്ത് ഇതിനോട് സെൻറ്റർ ചെയ്ത് ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, അപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി എനിക്കിവിടെ നമ്മുടെ ഓട്ടോമാറ്റിക് വാച്ചിൻ്റെ ആ ഒരു ഇമേജ് കൊണ്ടുവരണം. ഞാൻ ഞാനിവിടെ മെക്കാനിക്കൽ വാച്ച്, പേര് മാറിപ്പോയതാ, കുഴപ്പമില്ല, ഇത് ഓട്ടോമാറ്റിക് ആണെന്ന് തോന്നുന്നു. ഏതെങ്കിലും ഒരു ഇമേജ് കിടക്കട്ടെ. ഓക്കെ, ഇനി അതിട്ടു. ഇനി ഞാൻ കുറച്ച് ബോർഡർ കൊടുത്തു. ആ ഒരു സെയിം നമ്മൾ കാർഡിനെല്ലാം കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ കാർഡിന് കൊടുത്തു, എല്ലാത്തിലും ഇങ്ങനെ ബോർഡർ റേഡിയസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെയും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ബോർഡർ റേഡിയസ് കൊടുത്തു, 8 10 കൊടുത്തു. അതുപോലെ തന്നെ സ്ട്രോക്ക്, ഗ്രേഡിയന്റ്, ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് കുറച്ച് വലുതാക്കി, 13 അല്ല 3. ഓക്കെ, വലുതാക്കി. ഗ്രേഡിയന്റ് കുറച്ച് ഡാർക്ക് ആക്കി. സെറ്റ്. ഇൻസൈഡ് അല്ല, ഔട്ട്സൈഡ്. ഓക്കെ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ആൻഡ് കുറച്ച് താഴോട്ടാക്കിയിട്ട് നമ്മുടെ ടൈറ്റിലിന് കുറച്ച് സ്പേസ് കൊടുക്കുക. ടൈറ്റിൽ കുറച്ച് വലുതാക്കിയാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ടൈറ്റിൽ കുറച്ച് വലുതാക്കി സെൻറ്റർ ആക്കി. ഓക്കെ, കുറച്ചുകൂടെ സ്പേസ് കൊടുക്കുക വെച്ചു. അപ്പൊ നമ്മൾ ഒന്ന് റെഡിയായി. ഇനി അതുപോലെ തന്നെ ഇനി ഇവിടെ സെറ്റ് ആക്കണം. ഇത് ഞാൻ അതേപടി കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇതിനെ ഞാൻ സൈഡിലോട്ട് അലൈൻ ചെയ്ത് സൈഡിലോട്ട് അലൈൻ ചെയ്തു. അല്ല, വേണ്ട, ഈ ടെക്സ്റ്റ് എടുത്തിട്ട് കോപ്പി ചെയ്ത് ഇവിടെ വെച്ചു. ഞാൻ എന്ത് ചെയ്തു, മെക്കാനിക്കൽ മെക്കാനിക്കൽ പിന്നെ ഇത് സെയിം ഗ്യാപ്പിൽ ഇവിടെ ഈ വാച്ച് തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാ, 26. അതേ ഗ്യാപ്പ് ഇവിടെ 1 2 3 4 5. ഓക്കെ, 26. അപ്പോൾ സെയിം ഗ്യാപ്പ് കൺസിസ്റ്റന്റ് ആയിട്ട് പോകണം. പിന്നെ അതുപോലെ തന്നെ ഈ ഡിസ്ക്രിപ്ഷൻ തൽക്കാലത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ. ഓക്കെ, റൈറ്റ് അലൈൻ ചെയ്തു, കുറച്ച് ഗ്രൂപ്പ് ചെയ്ത് പിന്നെ സെന്ററിലാക്കി അലൈൻ ചെയ്തു. അപ്പോൾ അതത്രയായി. ഇനി ഇവിടെ ഇമേജസ് കൊടുക്കാം നമുക്ക്. സെയിം പരിപാടി. ഞാനിത് തൽക്കാലം സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെക്കുന്നു. ഓക്കെ, സെയിം പരിപാടി ഇവിടെ. ഇത് കോപ്പി ചെയ്ത് ഇവിടെ ഇടുക. അലൈൻ ചെയ്ത് വെച്ചു. അപ്പോൾ ടൈപ്സ് ഓഫ് വാച്ചസ് അത്രയായി. അടുത്തത്
ഇത് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കസ്റ്റമർ കെയറിന്റെ ഈ ഈ ഒരു സെക്ഷൻ നമ്മൾ അവിടെ റീഡിസൈൻ ചെയ്യണം. സോ ഞാൻ ഇത്രയും സംഭവം കോപ്പി ചെയ്ത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ഇത്രയും ഐക്കൺ തന്നെ ഇവിടെ റീയൂസ് ചെയ്യാൻ പോവാം. ഇവിടെ സെയിം പരിപാടി, ഞാൻ ഈ ഇതെടുത്തു, കളർ പിക്ക് സെയിം, ഈ കാർഡിന്റെ കളർ, പിന്നെ സ്ട്രോക്ക് ആൻഡ് ഗ്രേഡിയന്റ് കൊടുത്തു, കുറച്ച് ഡാർക്ക് ആക്കി. ഓക്കെ, സ്ട്രോക്കിന്റെ വിട്ടിച്ച് 3 കൊടുത്തു. ഔട്ട്സൈഡ് കുറച്ച് ബോർഡർ റേഡിയസ് കുറച്ച് കൊടുത്തിട്ട് 15 കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഇനി ഇവിടെ ഐക്കൺ, ഈ ഹെഡ്ഫോണിന്റെ ഐക്കൺ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ ഇട്ടു, കുറച്ച് വലുതാക്കി അലൈൻ ചെയ്തു. എനിക്കിനി ടെക്സ്റ്റ് വേണം. ഈ കസ്റ്റമർ സപ്പോർട്ട് എന്നുള്ള ടെക്സ്റ്റ് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ ഇട്ടു. ടെക്സ്റ്റ് ഓക്കെ. ഞാൻ ഈ കസ്റ്റമർ സപ്പോർട്ടിന്റെ മാത്രം ഇത്രയും സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ ഫോണ്ട് ഞാൻ സേവ് ക്യാപ്ഷൻസ് കുറച്ച് വലുതാക്കി 32, 36 ഇട്ടു. പിന്നെ കുറച്ച് എളുപ്പമുണ്ട്, ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ വേറെ ടെക്സ്റ്റ് ആയിട്ടിടാം. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യും, ഇവിടെ പുതിയ ടെക്സ്റ്റ് ആഡ് ചെയ്യും. ഇനി ഇതിനൊന്ന് ചെറുതാക്കി ഇവിടെ വെച്ച്. ഓക്കെ, ഇത് ഇനി സെയിം സംഭവം ഇന്റർ സെയിം ഞാൻ ഇവിടെ ഇത് കോപ്പി ചെയ്തു, ഇത് കോപ്പി ചെയ്തു, ഇത് കോപ്പി, സെലക്ട് അതും സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ കാർഡ് റെഡിയായി. കാർഡ് ഓക്കെ, അപ്പൊ അതൊരു ഫുൾ കാർഡ്. ഇനി എനിക്കിത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടാം. 1, പിന്നെ 2, 80 കൊടുക്കാം, കുഴപ്പമില്ല. സെൻറ്റർ ചെയ്ത് ഗ്രൂപ്പ് ചെയ്തിട്ട് സെൻറ്റർ ചെയ്ത് അതുപോലെ തന്നെ വീണ്ടും ഞാൻ താഴോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഒരു ചെറിയ പരിപാടി, എനിക്ക് ഇതിൻ്റെ സ്ട്രോക്ക് എനിക്ക് തിരിക്കാൻ പറ്റൂല. ഒരു കാർഡ് ഓക്കെ, ഇത് ഞാൻ ആ ഒരു ഗ്രേഡിയന്റിന്റെ സെന്ററിലേക്ക് എന്നുവെച്ചാൽ ആ ഒരു ഈ റെക്റ്റാങ്കിളിന്റെ സ്ട്രോക്ക് ഗ്രേഡിയന്റ് എന്താ പറയാ സെന്ററിലേക്ക് വരുന്ന പോലെ ഞാൻ അലൈൻ ചെയ്യായിരുന്നു. കണ്ടോ, ഈ ഒരു സെന്ററിലേക്ക് ഫോക്കസ് ചെയ്യുന്ന പോലെ. അപ്പൊ അത്
അത്രയായി. ഇനി ഇവിടെ ഫൂട്ടർ വരുമ്പോ സെയിം ഈ ഫൂട്ടർ ഞാൻ കളയുക. അത് വലിയ കാണാൻ വലിയ സുഖമില്ല. ഞാൻ ഇതെടുത്ത് കളഞ്ഞിട്ട് ഓക്കെ ഞാനിത് എടുത്ത് ഇവിടെ വെച്ച് കുറച്ച് വലുതാക്കി. ഇത്ര വലുതാക്കണ്ട, ഇത്തിരി ചെറുതാക്കി സെൻറ്ററിൽ വെച്ചു. പിന്നെ കളറ് കുറച്ച് ചേഞ്ച് ചെയ്ത് ഓക്കെ സെറ്റ്. ഇനി ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇതാക്കിയാൽ പിന്നെ ഗ്രേഡിയന്റ് ഇതില് ഹോം ഞാനൊരു കാര്യം ഒരു മിനിറ്റ് അതവിടെ കിടക്കട്ടെ. ഇനി കുറച്ച് വലുതാക്കിയാൽ കുറച്ച് ചെറുതാക്കി ഗ്രൂപ്പ് ചെയ്ത് കുറച്ചുകൂടെ താഴോട്ട് വെച്ച് ഓക്കെ. അപ്പോൾ ഡെസ്ക്ടോപ്പിന്റെ ഡിസൈൻ അത് സെറ്റായി. ഇതുപോലെ തന്നെ ഈ വയർ ഫ്രെയിമിങ് ഇതുപോലെ തന്നെ നമുക്ക് ഈ വെബ്സൈറ്റിന്റെ ഡിസൈൻ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരാം. ഇതേ സെയിം പരിപാടികൾ തന്നെ. പിന്നെ ടാബ്ലറ്റിൽ വരുമ്പോഴത്തേക്കും ഇതിന്റെ സ്പേസിങ് ശ്രദ്ധിക്കണം. കുറച്ച് ചെറുതാക്കണം. ടെക്സ്റ്റ് വിസിബിൾ ആണോ എന്ന് നോക്കിയിട്ട് ഈ ഡിസൈൻ സെയിം ഡിസൈൻ തന്നെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ടാബ്ലറ്റിൽ പിന്നെ മൊബൈലിൽ വരുമ്പോഴത്തേക്കും ഇതിന്റെ പൊസിഷൻ കോളം വൈസ് ആക്കി താഴോട്ട് ഇട്ട് നമുക്ക് ഈ സെയിം ഡിസൈൻ തന്നെ മൊബൈലിന്റെ ഡിസൈനിൽ പിന്നെ ഹാംബർഗർ മെനു വരുമ്പോഴത്തേക്കും അത് ഇൻക്ലൂഡ് ചെയ്ത് പിന്നെ ഹാംബർഗർ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന മെനു അല്ലെങ്കിൽ ആ ഒരു മെനു നമുക്ക് ഞാൻ ഡിസൈൻ ചെയ്ത് കാണിച്ചു തരാം. സെയിം കളറ് പിന്നെ ടെക്സ്റ്റ് അതിനകത്തുള്ള അതിനകത്ത് ഇതും ഓക്കെ. അപ്പൊ അത്രയും സെറ്റായി. ഇനി ഇതുപോലെ തന്നെ സ്ട്രോക്ക് വീണ്ടും കൊടുക്കണം. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ റെക്ടാങ്കിൾ സെലക്ട് ചെയ്തിട്ട് അതിന് സ്ട്രോക്ക് ഇട്ട് കൊടുക്കാം. സെയിം പ്രോസസ്സ്, സെയിം ഗ്രേഡിയന്റ് സെയിം കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ ഇതിന്റെ മാറ്റുക ഹോം പിന്നെ എന്താ പറയാ വാച്ചസ് എബൌട്ട് അസ് വാച്ചസ് ഇതിന്റെ ഫ്രെയിം സെലക്ട് ചെയ്താൽ നമുക്കിവിടെ അലൈൻ ചെയ്യാൻ പറ്റും. സൈഡ് അലൈൻ ആണോ, സെന്റർ അലൈൻ ആയിട്ട് നിൽക്കണോ, അതോ റൈറ്റ് സൈഡ് ആയിട്ട് അലൈൻ ചെയ്ത് നിൽക്കണോ. ഇപ്പം സെന്റർ ആയിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നിൽക്കും. അതുകൊണ്ട് ഞാൻ അത് സെലക്ട് ചെയ്തു. ഇനി അതുപോലെ തന്നെ എബൌട്ട് അസ് എബൌട്ട് സെലക്ട് ചെയ്ത് എബൌട്ട് അസ് ഡിലീറ്റ് ചെയ്ത് സെന്റർ ചെയ്തു. കുറച്ച് സ്പേസിങ് കൊടുത്താൽ ഓക്കെ. ഫ്രെയിം സെലക്ട് ചെയ്ത് ഞാൻ കുറച്ച് സ്പേസിങ് കൂടെ കൊടുത്തു. ഓക്കെ. അപ്പോൾ ഈ ഹാംബർഗർ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു വിൻഡോ അല്ലെങ്കിൽ ആ ഒരു പോപ്പപ്പ് വിൻഡോ ഞാനിവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് മൊബൈലിൽ വരുമ്പോഴത്തേക്കും അങ്ങനെ. ഇനിയിപ്പോൾ ഹാംബർഗർ മെനു ഇവിടെ മൊബൈലിൽ വരുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ ഡെസ്ക്ടോപ്പിലിട്ട് കാണിക്കുന്നു ഉള്ളൂ. മൊബൈലിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഈ സൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് ആ യൂസറിന്റെ കൂടെ തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വരും, ഈ ഭാഗത്ത്. അപ്പോൾ അങ്ങനെയാണ് മൊബൈലിന്റെ ഡിസൈൻ ചെയ്യുന്നത്. ഇത് സെയിം റിഡൻഡന്റ് ആയിട്ടുള്ള ആ ഒരു സെയിം പ്രോസസ്സാണ്. ഇത് കുറച്ച് ചെറുതാക്കി മൊബൈലിലും ഡെസ്ക്ടോപ്പിലും ടാബ്ലറ്റിലും അല്ലെങ്കിൽ ടാബ്ലറ്റിലും മൊബൈലിലും
ഈ സെയിം ഡിസൈൻ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെറുതാക്കി വിസിബിൾ ആയിട്ട് അല്ലെങ്കിൽ യൂസറിന് വിസിബിൾ ആയിട്ടുള്ള തരത്തിൽ നമ്മൾ ഡിസൈൻ ചേഞ്ചസ് വരുത്തി കൊണ്ടുവരും. ഞാൻ ഇത് ചെയ്യാത്തതിന്റെ കാരണം സെയിം ഈ വയർ ഫ്രെയിം ചെയ്ത പോലെ തന്നെ ഈ വെബ്സൈറ്റിന്റെ ഡിസൈൻ ഞാൻ പിന്നെയും കോപ്പി പേസ്റ്റ് ചെയ്ത സമയങ്ങൾ എന്നാന്ന് വിചാരിച്ചു. സോ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു പോയി. ഇനിയിപ്പോ പ്രോട്ടോടൈപ്പിംഗ് പഠിപ്പിക്കണം എന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായോ? ഹലോ, മനസ്സിലായി കേട്ടോ? മനസ്സിലായി. ആ, ഇനി നമുക്ക് എന്താ പറയാ, വെബ്സൈറ്റ് ഡിസൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്നത് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു യൂസർ ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്കും ബട്ടൺ എന്തൊക്കെയാണ് ചേഞ്ചസ് വരിക, അല്ലെങ്കിൽ എന്തൊക്കെ ആനിമേഷൻ ആണ് ആ വെബ്സൈറ്റിനകത്ത് കാണിക്കുക, അല്ലെങ്കിൽ യൂസറിന്റെ ഇന്ററാക്ഷൻസ് വരുമ്പോഴത്തേക്കും ആ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോട്ടോടൈപ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ വെബ്സൈറ്റിന്റെ ഇന്ററാക്ഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ അത് കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു കുറെ ടൈം പോകും. കാരണം ഡെവലപ്മെന്റ് കുറച്ചധികം ടൈം എടുക്കുന്ന ആ ഒരു ഇതാണ്. അപ്പൊ ഫുൾ ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് ഇതിന്റെ ആനിമേഷനും അതിന്റെ ഇന്ററാക്ഷനും ഒക്കെ സെറ്റ് ആക്കുന്നതിനേക്കാൾ മുമ്പേ നമുക്ക് ഡിസൈനിങ്ങിൽ തന്നെ അല്ലെങ്കിൽ യു ഐ യു എക്സിൽ തന്നെ നമുക്ക് പ്രോട്ടോടൈപ്പിംഗ് വഴി ആ ഒരു ഇന്ററാക്ഷൻ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ക്ലയന്റിനെ എടുത്ത് കാണിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു യൂസർ ഇന്ററാക്ഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ വെബ്സൈറ്റ് ബിഹേവ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്ക് അതെങ്ങനെ കാണിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. പ്രോട്ടോടൈപ്പിംഗ് ഓപ്ഷൻ വരുമ്പോഴത്തേക്കും ഞാൻ ഒരു മിനിറ്റ് ഇതൊന്ന് ഓക്കെ. അപ്പൊ അടുത്തത് പ്രോട്ടോടൈപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഈ വെബ്സൈറ്റ് ഈ ഒരു ഇത്രയും ഡിസൈൻ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഓരോ ഡെസ്ക്ടോപ്പിന്റെ സൈസിലേക്ക് മാറ്റണം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് പ്രോട്ടോടൈപ്പിംഗ് ചെയ്യാൻ എളുപ്പമുണ്ടാകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേറൊരു ഫ്രെയിം എടുത്തു, ഡെസ്ക്ടോപ്പ് ഫ്രെയിം എടുത്തിട്ട് സെയിം ഡെസ്ക്ടോപ്പ് ഫ്രെയിം എടുത്ത് ഇവിടെ വെച്ച് ഞാൻ ഈ സെയിം റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതും എല്ലാം ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് ഓക്കെ, ഞാൻ ഇതൊന്ന് കുറച്ച് വലുതാക്കുക. ഓക്കെ, അപ്പോൾ എനിക്കിനി പ്രോട്ടോടൈപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് എനിക്ക് ഉണ്ടാക്കേണ്ടി വരും. പിന്നെ പ്രോട്ടോടൈപ്പിംഗ് സെലക്ട് ചെയ്താൽ എനിക്കിപ്പോ ഈ വാച്ച് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അകത്തോട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ആനിമേറ്റ് ചെയ്ത് കയറി വരുന്ന പോലെ ആനിമേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇത് കുറച്ച് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ മാറ്റി വെക്കും. ഇപ്പൊ കാണുന്നുണ്ടാവില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിലേക്ക് ഈ ഒരു പ്ലസ് ബട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കും
എനിക്ക് ഈ ഒരു എലമെന്റ് ആണ് ആനിമേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു എലമെന്റ് എന്തിലേക്കാണ് മാറേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു എലമെന്റ് ഇപ്പൊ അറിയാലോ, ആനിമേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഫ്രെയിമിൽ നിന്ന് അടുത്ത ഫ്രെയിമിലേക്ക് ആനിമേറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ആനിമേഷൻ നടത്തുന്നത്. സോ ഇപ്പോ എൻ്റെ വാച്ച് ലെഫ്റ്റിലായിരിക്കുന്ന ലെഫ്റ്റില് മാറി നിൽക്കുക. അത് അടുത്ത ഫ്രെയിമില് അല്ലെങ്കിൽ അടുത്ത ഫ്രെയിമില് അകത്തോട്ട് വരണം. എന്നുവെച്ചാൽ ഈ ഒരു പൊസിഷനിലേക്ക് വരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ഒരു വാച്ചിന്റെ ആ ഒരു എലമെന്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഈ ഡെസ്ക്ടോപ്പ് 3യിലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ എനിക്കിവിടെ കാണാൻ പറ്റും. ഒരു മിനിറ്റ്. എനിക്കിവിടെ കാണാൻ പറ്റും. അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോഴല്ല, എനിക്ക് ഡിലേ വരണം. ആഫ്റ്റർ ഡിലേ ഇന്ററാക്ഷൻ ഒന്നും വേണ്ട. ഒരു കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും അത് ആനിമേറ്റ് ചെയ്യുന്ന പോലെ. ഇപ്പോൾ 100 മില്ലി സെക്കൻഡ് ഒക്കെ വെച്ചിട്ട് നാവിഗേറ്റ് ചെയ്തിട്ട് സ്മാർട്ട് ആനിമേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈസിൻ കൊടുത്താൽ അത് കറക്റ്റ് ആയിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ? അത് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ? അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഓക്കെ. ഇത്തിരി സ്പീഡ് കൂടുതല. എനിക്കത് ഇവിടെ വന്ന് സെലക്ട് ചെയ്തിട്ട് ആ വാച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഡ്യൂറേഷൻ ഞാൻ കുറച്ച് കൂട്ടുക, 800 ആക്കി. എന്നിട്ട് ജെന്റൽ കൊടുത്താൽ പതിയെ ആനിമേറ്റ് ചെയ്ത് വന്ന് നിൽക്കുന്ന പോലെ. ഇനി ഒന്നുകൂടെ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ പ്രോസസ്സ് വരുമ്പോൾ നമ്മൾ കുറെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ട് ആണ് ഇത് വരുന്നത്. ഇപ്പോഴും കുറച്ച് സ്പീഡ് കൂടുതലാണ്. കുറച്ചുകൂടെ കുറച്ചാൽ ശരിയാവുമായിരിക്കും. കുറച്ചുകൂടെ കൂട്ടിയാൽ. അപ്പോൾ ഒരു സെക്കൻഡ് എടുക്കും. എന്ന് വെച്ചാൽ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ആനിമേഷൻ തീരുന്നത് ഒരു സെക്കൻഡിലായിരിക്കും. അപ്പോൾ ഡ്യൂറേഷൻ കൂട്ടുമ്പോൾ ആനിമേഷന്റെ സ്പീഡ് കുറഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ പതുക്കെ ഉള്ള ആനിമേഷൻ കിട്ടും. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ കുറച്ചും കൂടെ നല്ല രസമായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇനി ഇപ്പൊ ഈ റാഫ്റ്റ് ഫാഷൻ എന്നുള്ളത് എനിക്കിത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടോ അല്ലെങ്കിൽ ഒന്ന് ആനിമേറ്റ് ചെയ്യണം എന്നാണെങ്കിൽ എന്ത് ഇതിനെ ഞാൻ ഇതിന്റെ പൊസിഷൻ ഞാൻ റൈറ്റിലോട്ട് മാറ്റി വെച്ചു. ഓക്കെ, റൈറ്റിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാനത് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഞാനിത് ഡ്രാഗ് ചെയ്തു. എന്നിട്ട് അതുപോലെ തന്നെ ഡിലേ. ഇവിടെ യൂസറിന് ഇന്ററാക്ഷൻ വരുന്നില്ല. യൂസറിന് ഇന്ററാക്ഷൻ വരുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആഫ്റ്റർ ഡിലേയിൽ ഒരു അറ്റ് എ ടൈം ഒരു 300 അല്ലെങ്കിൽ 100 മില്ലി സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആനിമേറ്റ് ചെയ്ത് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് വിസിബിൾ ആവണം. അതുകൊണ്ട് അത് പിന്നെ സ്മാർട്ട് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ നമുക്ക് വേറൊരു ആനിമേഷന്റെ രീതിയിൽ ചെയ്യാം. ഇത് എന്ന് പറഞ്ഞാൽ സെയിം സ്ഥലത്തേക്ക് തിരിച്ചാൽ ഓക്കെ. ആഫ്റ്റർ ഡിലേ എനിക്ക് ഇത് ഡിസോൾവ് ചെയ്ത് കയറി വരണം. ജെന്റൽ ഈസിങ് 800 800 500 ഇത് ഒരു 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 മിനിറ്റ് അല്ല ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഈസിൻ ചെയ്ത് ഒരു സെക്കൻഡ് കൊണ്ട് ഈസിൻ ചെയ്ത് ഡിസോൾവ് ആയിട്ട് കയറി വരും. എന്ന് പറഞ്ഞാൽ ഇതൊരു ഫെയ്ഡിങ് ഒരു ഫീൽ വരും. നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഇതിന്റെ വിസിബിലിറ്റി ഇച്ചിരി കുറച്ചാൽ, ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണത്തില്ല. ഇനി ഇവിടുന്ന് അടുത്ത ഫ്രെയിമിലേക്ക് ഫെയ്ഡ് ഇൻ ആയി വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. യെസ്. അപ്പോൾ ആ ഒരു wait, ഒരു മിനിറ്റ്, വാച്ചിൻ്റെത് പ്രോട്ടോടൈപ്പ് മാറിപ്പോയോ? ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ഇത് ഇതിന് പകരം ഈ മൾട്ടിപ്പിൾ എലമെന്റ് ഒരു പേജിൽ മൾട്ടിപ്പിൾ എലമെന്റ് ഇഷ്യൂ വരും എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ എലമെന്റ് ആനിമേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്യൂ വരുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഇതെടുത്തിട്ട് ഞാൻ ഇവിടെ കോപ്പി ചെയ്തു. ഇനി ഇതിനെ ഞാനൊരു കമ്പോണന്റ് ആക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ആനിമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കാണുന്നുണ്ടാവില്ല, കാരണം ഇത് ഒപ്പാസിറ്റി കുറച്ചിട്ടേക്കുന്നതായതുകൊണ്ട്. ഇനി എനിക്ക് ഈ ഒരു എലമെന്റിന്റെ ഒരു കമ്പോണന്റ് ആഡ് ചെയ്യണം. ഇനി എന്നിട്ട് ഞാനിത് ഇതിന്റെ ഒപ്പാസിറ്റി കൂട്ടുക. ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഒരു ടെക്സ്റ്റ് ഇല്ലേ, ആ ഒരു ടൈറ്റിലിന്റെ വേരിയന്റ് അല്ല ഒരു കമ്പോണന്റിൽ വേരിയന്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെബ്സൈറ്റിൽ കയറുമ്പോഴൊന്നും കാണില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആനിമേറ്റ് ചെയ്യുക. ആനിമേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഈ 0 ഒപ്പാസിറ്റിയിൽ നിന്ന് 100 ഒപ്പാസിറ്റിയിലേക്ക്, എന്ന് വെച്ചാൽ 0 ഒപ്പാസിറ്റിയിൽ നിന്ന് 100 ഒപ്പാസിറ്റിയിലെ ഫെയ്ഡ് ഇൻ ചെയ്ത് വരുന്ന ആനിമേഷൻ ഞാനത് ആ ഒരു ഒറ്റ എലമെന്റിൽ മാത്രമായിട്ട് ഞാൻ ബേക്ക് ഇൻ ചെയ്യുക. അപ്പോൾ അതിന് ആഫ്റ്റർ ഡിലേ സെയിം പരിപാടികൾ തന്നെ 100 ms ഞാൻ ആ ഒരു ഫുൾ വെബ്സൈറ്റിൽ ഒരു ഫുൾ ഫ്രെയിമിനകത്ത് ആ വെബ്സൈറ്റ് അല്ല എന്താ പറയാ ആനിമേഷൻ കൊടുക്കുന്നതിന് പകരം ഓരോ എലമെന്റിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ എളുപ്പമുണ്ടാകും. ഞാൻ നാവിഗേഷൻ അല്ല, ചേഞ്ച് ടു കൊടുത്തിട്ട് വേരിയന്റ് 2 കൊടുത്താൽ കണ്ടോ. അപ്പോൾ ഈ ഒരു ഇതാണ് ഫസ്റ്റ് വേരിയന്റ്, അതിന്റെ സെക്കൻഡ് വേരിയന്റ് ആണിത്. അപ്പോൾ ഈ വേരിയന്റിൽ നിന്ന് ഈ വേരിയന്റിലേക്ക് മാറാനുള്ള ആനിമേഷനാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതില് ക്ലിക്ക് അല്ല, ആഫ്റ്റർ ഡിലേ ചേഞ്ച് ടു വേരിയന്റ് 2. അപ്പോൾ 100 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഇത് ട്രിഗർ ആവും, ഈ ആക്ഷൻ ട്രിഗർ ആവും. എന്നിട്ട് അത് വേരിയന്റ് 2ലേക്ക് മാറും. പിന്നെ അതിന്റെ ആനിമേഷന്റെ ഒരു സെറ്റാണ് ഡിസോൾവ് ചെയ്ത് കയറി വരും. പിന്നെ ഈസിൻ, പിന്നെ ഒരു സെക്കൻഡിലാണ് ഈ ആനിമേഷൻ കഴിയുന്നത്. എനിക്ക് ഇനി ഈ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഇതിനെ അടുത്ത കമ്പോണന്റ് ആക്കി, ഒരൊറ്റ കമ്പോണന്റ് ആക്കി. പിന്നെ ആ കമ്പോണന്റ് നമുക്ക് വേറെ വേറെ എവിടെ വേണേലും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇനി ഇതിന്റെ വേരിയന്റ് ക്രിയേറ്റ് ചെയ്യണം. വേരിയന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിന്റെ പൊസിഷൻ ഞാൻ ലെഫ്റ്റിലോട്ട് കുറച്ച് മാറ്റി വെച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നുള്ള നമുക്ക് ആനിമേറ്റ് ചെയ്ത് ഈ ഒരു പൊസിഷനിലേക്ക് വരണ്ടേ. അപ്പൊ ഇനി ഇത് ഞാൻ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അല്ല, ഈ ഈ പൊസിഷൻ ഇവിടെ ഈ പേജിന്റെ പുറത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ പേജിൽ നിന്ന് പുറത്തുനിന്ന് ഈ പൊസിഷനിലേക്ക് വരുമ്പോൾ അകത്തേക്ക് കയറി വരുന്നത് നമുക്ക് ആനിമേഷൻ കിട്ടും. ഇനി ഇവിടുന്ന് എനിക്ക് എന്താ പറയാ, ഞാൻ പ്രോട്ടോടൈപ്പിംഗിലേക്ക് കയറിയാൽ വേരിയന്റ് 1 സെലക്ട് ചെയ്തു. പിന്നെ ഇതിന്റെ ഇന്ററാക്ഷൻ ഞാൻ ആഫ്റ്റർ ഡിലേ കൊടുത്തു. ആഫ്റ്റർ ഡിലേ 1 മില്ലി സെക്കൻഡ്, 100 മില്ലി സെക്കൻഡ്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ആക്ഷൻ എന്താ പറയാ ചേഞ്ച് ടു കൊടുത്തിട്ട് ഡിഫോൾട്ട് വേരിയന്റ് 2ലേക്ക് ആക്കി. അപ്പോൾ കണ്ടില്ല, ഇത് തമ്മിലൊരു കണക്ഷൻ സെറ്റായി. ഇനി ഇൻസ്റ്റന്റ് മാറ്റി ഞാൻ സ്മാർട്ട് ആനിമേറ്റ് കൊടുത്തിട്ട്
സിൻ കൊടുത്തു. സിൻ വേണ്ട, ജെന്റിൽ കൊടുത്തു. ജെന്റിൽ കൊടുത്തിട്ട് ഞാൻ 1 സെക്കൻഡ് ആക്കി ആനിമേഷൻ ഡ്യൂറേഷൻ. ഇനി എനിക്ക് ഈ ഒരു എലമെന്റ് ഇല്ലേ, ഞാൻ ഇതിന്റെ ഒരു കോപ്പി എടുത്ത് ഇവിടെ വെച്ചു. ഇനി ഇത് സൈഡിലോട്ട് വെച്ചാൽ ഓക്കെ, ഇനി ഇത് വർക്കാവും. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് വർക്കായി, ടെക്സ്റ്റ് ഫേഡിൻ ആവുന്നുണ്ട്. ഇതിന്റെ പൊസിഷൻ ശരിയാവുന്നില്ല. എന്തായിരിക്കും കാരണം? നോക്കട്ടെ ഒരു മിനിറ്റ്. പൊസിഷൻ ചേഞ്ച് ആവുന്നില്ല. ചേഞ്ച് ടു സ്മാർട്ട് നാവിഗേറ്റർ. ഓക്കെ, എല്ലാം ശരിയാണല്ലോ. വർക്കാവുന്നില്ല. വാച്ചിന്റെ പരിപാടി നമുക്ക് പഴയ അത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സെയിം പരിപാടി. ഇത് ഞാൻ ഇതിലോട്ട് നാവിഗേറ്റ് ചെയ്തു. ആഫ്റ്റർ ഡിലേ കൊടുക്കാൻ പറ്റില്ല. വൈ നോട്ട്? ഡിലേ ഇത് സെറ്റ് ചെയ്ത് പിന്നെ ഓൺ ക്ലിക്ക് ആഫ്റ്റർ ഡിലേ 100 ms. നാവിഗേറ്റ് ടു ചേഞ്ച് ടു കൊടുക്കാൻ പറ്റത്തില്ല. നാവിഗേറ്റ് ടു അവിടെ നമുക്ക് ഈ ഒരു സെഷൻ വേണ്ട, ഇത് വേണ്ട. പിന്നെ ഇതിനെ നാവിഗേറ്റ് ചെയ്ത് ടെക്സ്റ്റ് വർക്ക് ചെയ്യാൻ നോക്കാം. പോയ ഓക്കെ. തൽക്കാലം അങ്ങനെ നോക്കട്ടെ, കാരണം പിക്നിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബഗ് വരുന്നത്. ഇത് ആനിമേഷൻ ചെയ്ത് നോക്കിയാൽ ആനിമേറ്റ് ആവുന്നുണ്ട്. ആ വാച്ചിന്റെ മൂവ്മെന്റ് എനിക്ക് കിട്ടുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്തോ വർക്ക് ആവുന്നില്ല. എനിക്ക് ബട്ടന്റെ യൂസർ ഇന്ററാക്ഷൻ, ഇപ്പൊ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടണിൽ ചെറിയ വ്യത്യാസം വരുന്ന പോലെ, അല്ലെങ്കിൽ ബട്ടൺ ഹോവർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്ന പോലെ ചെയ്യാൻ നോക്കാം. ഇനി ഇതിനെ ഞാനൊരു കമ്പോണന്റ് ആക്കി, ക്രിയേറ്റ് കമ്പോണന്റ്, പിന്നെ അതിന്റെ ഒരു വേരിയന്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ആഡ് വേരിയന്റ് ക്ലിക്ക് ചെയ്തു. വെയിറ്റ്, ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തിട്ട് കമ്പോണന്റ് ആക്കുക. ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് കമ്പോണന്റ് ആക്കിയാൽ എനിക്ക് അതിന്റെ വേരിയന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് ഈ വേരിയന്റിൽ ഹോവർ ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ എന്താ പറയാ,
ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിന് ഞാൻ ഈ കളറാക്കി, എന്നിട്ട് ഇതിന്റെ സ്ട്രോക്ക് കളറും സെയിം. സ്ട്രോക്കിൽ ഗ്രേഡിയന്റ് വേണ്ട. ഓക്കെ, അപ്പോൾ ഹോവർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു എഫക്റ്റ്. അപ്പോൾ ഇനി ഞാൻ പ്രോട്ടോടൈപ്പിങ്ങിലേക്ക് പോയിട്ട് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് ഇതിന്റെ ഓൺ ക്ലിക്കിന് പകരം ഓൺ വൈൽ ഹോവറിങ്, ഇതിന്റെ മൗസ് ഈ ബട്ടന്റെ മേളിൽ വരുമ്പോൾ ഹോവർ ചെയ്യുമ്പോൾ ഇത് ചേഞ്ച് ചെയ്യും വേരിയന്റ് 2-ലേക്ക്. പിന്നെ ഡിസോൾവ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇൻസ്റ്റന്റ് കൊടുക്കാം. ഇനി എനിക്ക് ഈ കമ്പോണന്റ് ഒരു കോപ്പി എടുത്ത് ഈ ബട്ടന് പകരം ഇവിടെ വെച്ചാൽ ഓക്കെ, ഇവിടെ വെച്ചു. ഇനി ഞാൻ ഇത് പ്രിവ്യൂ നോക്കിയാൽ കണ്ടോ, എനിക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ മൗസ് ഹോവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കമ്പോണന്റിന്റെ മേളിൽ ഹോവർ ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആ ആനിമേഷൻ വരും, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ വേറൊരു വേരിയന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബട്ടൺ ഈ സെയിം കമ്പോണന്റ് എടുത്തിട്ട് ഇത് മാറ്റി ഇതിന് ചേഞ്ചസ് വരുത്തിയ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ബട്ടൺ ഡിസൈനിൽ പോയാൽ നമുക്ക് കുറച്ച് ഗ്രേ ഔട്ട് ആക്കിയിട്ടുള്ള ഒരു ഇത്. അപ്പോൾ ഇതിന് ഇനി ഇതിന്റെ പ്രോട്ടോടൈപ്പിംഗ് പോയിട്ട് വേരിയന്റ് മാറ്റി ഒന്നുകൂടെ കണക്ട് ചെയ്ത് ഓൺ ക്ലിക്ക് ആ മൗസ് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചേഞ്ചാ വരേണ്ടതെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റന്റ് ആയിട്ട് ഇതിനകത്ത് മാറുക. നമുക്കൊരു കാര്യം ചെയ്യാം, ഡിസോൾവ് ചെയ്യാം. അപ്പോൾ ഒരു ടൈം എടുത്തിട്ട് 500, പിന്നെ ഈസിൻ 500 വേണ്ട 300 കിടക്കും ഈസിൻ. അതുപോലെ തന്നെ ഇതിൻ്റെതും ഇൻസ്റ്റന്റിന് വരും ഡിസോൾവ് ഇട്ടിട്ട് 300 ഇട്ടു. ഇത് ഈസിൻ. അപ്പോൾ ഇനി എനിക്ക് ഈ എന്താ പറയാ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വന്നില്ല, ഒരു minute. ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വേരിയന്റ് ക്രിയേറ്റ് ചെയ്യാം. കമ്പോണന്റ് അല്ലേ, ഒരു വേരിയന്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഓക്കെ, ഇവിടെ ഈ പ്ലസ് സൈൻ കണ്ടില്ലേ, ഇവിടെ വെച്ചിട്ട് നമുക്ക് ആഡ് വേരിയന്റ് ചെയ്യാം. ഈ വേരിയന്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇനി ഇവിടെ ഞാൻ വേണ്ട, ഇതിന്ന് ഞാൻ വേരിയന്റ് ക്രിയേറ്റ് ചെയ്തു. ഈ സെയിം ബട്ടണിൽ തന്നെ 2 വേരിയന്റ് ഞാൻ ഉണ്ടാക്കി. അപ്പൊ ഇത് ഫസ്റ്റ് വേരിയന്റ് ഹോവർ ചെയ്യുമ്പോൾ, സെക്കൻഡ് വേരിയന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെത് ഞാൻ ഗ്രേ ഔട്ട് ചെയ്തു നേരത്തെ പോലെ തന്നെ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേ ഔട്ട് ആയി പോകുന്ന ഒരു ഇത് ആനിമേഷൻ. അപ്പോൾ ഇവിടുന്ന് തന്നെ വീണ്ടും ഞാൻ നെക്സ്റ്റ് കണക്ഷൻ ഉണ്ടാക്കി, പുതിയ കണക്ഷൻ. ഇത് വേറൊരു കണക്ഷൻ, ഇത് അടുത്ത കണക്ഷൻ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള ചേഞ്ച് ആണ്. ഇപ്പോൾ ഡിസോൾവ് ഈസിന് 300 നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇനി ഞാൻ ഇത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബട്ടന്റെ ഇൻട്രാക്ഷൻ കാണാൻ പറ്റും. ഇത് ഹോവർ ചെയ്യുമ്പോൾ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ വന്നില്ല. നോക്കട്ടെ എന്താ ഇഷ്യൂ. എന്താ ഇഷ്യൂ, ക്ലിക്ക് ചെയ്യുമ്പം ചേഞ്ച് ടു വേരിയന്റ് 3 ഡിസോൾവ് 3 ശരിയാണല്ലോ. ഹോവറിങ് this interaction will not be triggered as one. Another one will be triggered first. Oh,
അപ്പൊ ഇവിടെ ഇഷ്യൂ വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോവറിന്റെ ഒന്ന് ട്രിഗർ ആവുന്നുണ്ട്. ഈ ബട്ടന്റെ മേളിൽ ഹോവർ ചെയ്തപ്പോഴത്തേക്ക് അത് ഓൾറെഡി ട്രിഗർ ആവുന്നുണ്ട്. അപ്പൊ അതേ സമയം വേറൊരു ആക്ഷൻ ട്രിഗർ ആവത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ കോപ്പി ചെയ്ത് ഇവിടെ ഇട്ടാൽ ഇല്ല, വർക്ക് ചെയ്യുന്നതാണല്ലോ. ഓക്കെ, ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ പ്രോട്ടോടൈപ്പിംഗ് കവർ ചെയ്യണം. ക്ലിക്ക്. ഇപ്പോഴും സെയിം ഇഷ്യൂ. ദിസ് interaction will not be triggered as another one will be triggered first. നാവിഗേറ്റ് ചെയ്തിട്ട് എന്താ കഴിയില്ല. While pressing, ഓക്കെ, while pressing ചെയ്താൽ നാവിഗേറ്റ് ചേഞ്ച് ടു ഡിഫോൾട്ട് വേരിയന്റ് 3. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഇല്ല. സെയിം ഓൺ ക്ലിക്കും പ്രസ്സും ഒക്കെ സെയിം ആണെന്ന് തോന്നുന്നു. സെയിം. ഇനി ഇപ്പോൾ ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയില്ല. നോക്കാം. പ്രിവ്യൂ. അങ്ങനെ പ്രസ്സിങ് നടക്കത്തില്ലെങ്കിൽ പറ്റത്തില്ല. ഇപ്പോ ബട്ടൺ ഇന്ററാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോ ഇതിപ്പോ രണ്ട് വേരിയന്റ് വെച്ചിട്ട് എനിക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ഇതെന്തോ എറർ അടിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ അത് പിന്നെ എന്തേലും ഞാൻ ഇതിന്റെ എന്തേലും ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ, അല്ലെങ്കിൽ എന്തേലും ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം, ഗ്രൂപ്പിൽ അയച്ചു തരാം. ഇതിന്റെ ഇഷ്യൂ എങ്ങനെ റിസോൾവ് ചെയ്യണമെന്ന് എനിക്കും അറിയത്തില്ല. സോ ഐ എം സോറി. അത് എന്റെ തെറ്റാണ്. എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അത് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്തിട്ട് ഞാൻ അതിന്റെ വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം. അപ്പോ ഇത് ഇങ്ങനെയാണ് ഇനി ബാക്കിയുള്ള പ്രോട്ടോടൈപ്പിംഗ് ഒക്കെ ചെയ്യുന്നത്, മുഴുവനും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഹോവർ ചെയ്യുമ്പോൾ, കാർഡിൽ ഹോവർ ചെയ്യുമ്പോഴത്തേക്കും ബോർഡർ ക്രിയേറ്റ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം ഇന്ററാക്ഷൻസ് കാണിക്കാൻ പറ്റുന്നതും, പിന്നെ അതുപോലെ തന്നെ ഈ ഓരോ എലമെന്റ്, ഈ ഫുൾ എലമെന്റ്, സൈഡിൽ നിന്ന് കയറി വരുന്നതോ, അല്ലെങ്കിൽ ആനിമേറ്റ് ചെയ്യുന്നതോ, ഇത് ഡിസോൾവ് ആയിട്ട് കയറി വരുന്നതോ, ഫെയ്ഡ് ഇൻ ചെയ്ത് കയറി വരുന്ന ആനിമേഷനൊക്കെ സെയിം ഇവിടെ ചെയ്ത പോലെ തന്നെ വെബ്സൈറ്റിൽ നമുക്ക് കമ്പോണന്റ് ആക്കി പ്രോട്ടോടൈപ്പിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നമുക്കിങ്ങനെ പ്രിവ്യൂ നമുക്ക് നമ്മുടെ ക്ലയന്റിനോ അല്ലെങ്കിൽ ഡെവലപ്പറിനോ കാണിക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഡിസൈൻ നമുക്ക് കൺവേ എങ്ങനെ ആനിമേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ഫെയ്ഡ് ഇൻ ആവും, ഇത് സൈഡിൽ നിന്ന് കയറി വരും. അതുപോലെ തന്നെ ഈ ഹോം ബട്ടന്റെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഡിസൈൻ, വാച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ ചേഞ്ച് ആവും. അതുപോലെ തന്നെ അബൌട്ട് അസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോമിന്റെ അതേ ഫോണ്ട് സൈസും കളറും ഒക്കെ ഇവിടെ വരും. അപ്പോൾ ആ ഒരു നാവ് ബാറിൽ അങ്ങനെ. പിന്നെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കേഴ്സർ കാണിക്കുന്നതും, അങ്ങനത്തെ ആനിമേഷനും പ്രോട്ടോടൈപ്പിംഗും ഒക്കെ ഇത്തിരി എന്താ പറയാ എക്സ്പേർട്ട് ലെവലിലുള്ളതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ അതിനുള്ള ടൈം ഉണ്ടാകത്തില്ല. ഇപ്പൊ തന്നെ 8 മണിയായി. സോ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ഇന്ററാക്ഷൻ കാണിച്ചു, ഇതിന്റെ ആനിമേഷൻ അകത്തോട്ട് വരുന്നത് കാണിച്ചു,
പിന്നെ ബട്ടന്റെ ആനിമേഷൻ കാണിച്ചു, ഫെയ്ഡിനും കാണിച്ചു. അപ്പോ പ്രോട്ടോടൈപ്പിംഗ് ഇപ്പൊ അത്രേ പറഞ്ഞു തരാൻ സമയമുള്ളൂ. പിന്നെ ബാക്കി എക്സ്പേർട്ട് ലെവലിലുള്ളതൊക്കെ ഞാൻ യൂട്യൂബ് വീഡിയോസ് ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരാം. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ചെയ്ത് നോക്കി പഠിക്കുക. കൂടുതൽ ഈ ഡിസൈൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ കൂടുതലും ഇങ്ങനെ നമ്മൾ കുറെ എക്സ്പെരിമെന്റ് ചെയ്തും വേറെ വേറെ ഇൻസ്പിറേഷൻസ് ഒക്കെ എടുത്തും നമ്മളിപ്പോ പിൻട്രസ്റ്റിൽ നിന്നാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏത് എന്താ പറയാ വെബ്സൈറ്റ്സ് കാണിക്കുന്ന അല്ലെങ്കിൽ വെബ്സൈറ്റ്സിന്റെ ഡിസൈൻസ് ഒക്കെ കാണിക്കുന്ന വേറെ വേറെ കുറെ വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വെബ്സൈറ്റിലൊക്കെ കയറി ഇൻസ്പിറേഷൻസ് ഒക്കെ എടുത്ത് എങ്ങനെയാണ് നാവിഗേഷൻ ബാർ ഡിസൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹീറോ സെക്ഷൻസ് ഡിസൈൻ ചെയ്യുന്നതോ എല്ലാം നോക്കി നമ്മൾ ഇൻസ്പിറേഷൻ എടുത്ത് ആനിമേഷൻ ആണെങ്കിലോ അങ്ങനത്തെ എല്ലാം ഇൻസ്പിറേഷൻ എടുത്തും നോക്കി കണ്ടു പഠിച്ച് സ്വന്തമായിട്ട് ചെയ്ത് ചെയ്ത് നമുക്കൊരു എക്സ്പീരിയൻസ് വരുള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ദ സെഷൻ. എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു തന്നു. വയർ ഫ്രെയിമിംഗ് ആണെങ്കിലും പ്രോട്ടോടൈപ്പിംഗ് ആണെങ്കിലും നമ്മുടെ UX ഡിസൈനിങ് ആണെങ്കിലും ഞാൻ വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല. എന്നാലും എനിക്കറിയാവുന്നതൊക്കെ ഞാൻ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ എന്താ 1.5 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു.